ഹലോ, എന്താണ് ശരാശരി എന്ന് പറഞ്ഞാൽ? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ് അല്ലേ? ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈ നമ്പർ ആണെന്ന് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. എന്നാൽ എങ്ങനെയാണ് ശരാശരി വേഗത കാണുന്നത്? ശരാശരി വേഗത കാണാൻ ആകെ സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. പക്ഷേ ശരാശരി വേഗതയ്ക്ക് തുക ബൈ എണ്ണമായിട്ടൊരു ബന്ധവുമില്ല. ശരാശരി വേഗത ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, ആകെ സഞ്ചരിച്ച ദൂരം ബൈ സഞ്ചരിക്കാനെടുത്ത സമയം. ഇനി രണ്ട് തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ, അതായത് ആദ്യ പകുതി ദൂരം അടുത്ത പകുതി ദൂരം, അങ്ങനെ രണ്ട് തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ ശരാശരി വേഗത കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 2ab/a+b എന്നുള്ളതാണ്. 2ab/a+b അല്ലെ 2s1s2/s1+s2, 2ab/a+b എന്ന് പഠിക്കാം, അല്ലെ 2s1s2/s1+s2 എന്ന് പഠിക്കാം. ഇതാണ് രണ്ട് തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പോൾ ശരാശരി വേഗത കാണാൻ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്ന് തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പോൾ എന്താ ഇക്വേഷൻ? ആ ഇക്വേഷൻ ഇതാണ്: 3s1s2s3 ഡിവൈഡഡ് ബൈ s1s2 പ്ലസ് s2s3 പ്ലസ് s1s3. മൂന്ന് തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ശരാശരിയുടെ 3 ഇക്വേഷൻസ് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ പരീക്ഷ ഏതാണെന്ന് നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മിസ്സാവാതിരിക്കാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ, അത് ടെലഗ്രാം എടുക്കുക, എന്നിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ JOSEKAPPEN എന്ന് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ വാട്സപ്പാണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ 7306834099 എന്ന നമ്പറിലേക്ക് നിങ്ങളൊരു ഹായും നിങ്ങളുടെ പേരും കൂടെ മെസ്സേജ് ചെയ്താൽ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. എന്തായാലും പഠിത്തം മുന്നോട്ട് തന്നെ പോകട്ടെ. അടുത്ത പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.